ഓരോരുത്തരോടും ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ 2 തവണ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചൊരു മനുഷ്യനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരു ജീവൻ എന്തിനാണ് പാഴാക്കണമെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ വീണ്ടും പറഞ്ഞത്, ഞാൻ ഇനിയും മരിക്കും. അയാളായിട്ട് കുറച്ചും കൂടി അടുത്തിരുന്ന് സംസാരിച്ചപ്പോൾ അയാളുടെ കഥ പറഞ്ഞു. മൂപ്പര് പറയുന്നത്, ഒരിക്കൽ ഒരു കുറ്റകൃത്യത്തിൽ കള്ളനോട്ട് അടിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതിൽ അദ്ദേഹം പ്രതിയായി. അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ കൂടി പ്രതിയായി. അയാൾ പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, ഞാൻ അതിൽ പെട്ടുപോയതാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ മനുഷ്യൻ പ്രതിയായപ്പോൾ അയാളുടെ അമ്മ അയാളോട് പറയാണ്, നിന്നെ ഇനി എനിക്ക് വേണ്ട, നിന്നായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ നിന്നായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ടെന്ന് പറയണം. ഭാര്യയും അത് തന്നെ പറയുന്നു. യഥാർത്ഥത്തിൽ അവരോടൊപ്പം ഏറ്റവും നന്നായി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ അത് വേണ്ടെന്ന് വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞതോടുകൂടി അത് വേണ്ടെന്ന് വെക്കുകയാണ്. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞത് ഇതാണ്, നിങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ജീവൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തിനാ എൻ്റെ ജീവൻ കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപകാരം? വീണ്ടും അയാളോട് പറഞ്ഞത് നമ്മളിതാണ്, കുറേ മനുഷ്യർ, കിടപ്പിലായ മനുഷ്യർ, രോഗികളായി കിടക്കുന്ന മനുഷ്യർ, ശരീരം ചലനമറ്റ് കിടക്കുന്ന മനുഷ്യർ, ഇത്തരം മനുഷ്യരുടെ അടുത്ത് പോയി അവരെ ഒന്ന് സ്നേഹത്തോടെ കരുതലോടെ തൊടാൻ ഇവിടെ ആളുകളെ ആവശ്യമുണ്ട്, മനുഷ്യരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അതിന് പറ്റും. നിങ്ങൾ എന്നാണോ ഈ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അന്ന് നമ്മളിവിടെ വരും, വാഹനത്തിൽ നിങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി വരും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. എന്നെ എന്തിന് പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് നേട്ടം എന്ന് ചിന്തിക്കുന്നിടത്ത് പലപ്പോഴും നമ്മളൊക്കെ നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. എന്നെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. ഏതോ തരത്തിൽ അതിനെ മാറ്റി ചിന്തിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമുക്ക് വലിയ പ്രതീക്ഷ തരുന്ന അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നമ്മളൊന്ന് അവരെ